എറണാകുളം മഹാരാജാസ് കോളേജിന് ഹോസ്റ്റൽ സമീപം മരത്തിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഇന്ന് രാവിലെയോടെയാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. മരത്തിന്റെ ശിഖരത്തിൽ ചുറ്റിയ രീതിയിലാണ് പെരുമ്പാമ്പ്. വിവരങ്ങളുമായി വിനയാണ് ചേരുന്നത്. വിനയ, എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന് സമീപമാണ് മരത്തിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. പൊതുവഴിയിലാണ്, പകൽ സമയത്താണ് ഈ പെരുമ്പാമ്പിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാമ്പിനെ പിടികൂടാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ? ാണെന്ന് തന്നെ പറയാൻ സാധിക്കും. രാവിലെ 9 മണിയോടെയാണ് ഈ നാട്ടുകാരാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സമയമായും ഈ പെരുമ്പാമ്പ് ഈ മരത്തിന് മുകളിൽ തന്നെ തുടരുകയാണ് എന്നതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ മരത്തിന് കുറച്ച് താഴെയുള്ള ശിഖരത്തിലായിരുന്നു ഈ പെരുമ്പാമ്പെങ്കിൽ ഇപ്പോൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം ഈ മരത്തിന് മുകളിലുള്ള ശിഖരത്തിലാണ് ഇപ്പോൾ ഈ പെരുമ്പാമ്പ് ചുറ്റിപ്പിടഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലടക്കം തന്നെ കാണാൻ സാധിക്കുന്നത്. പെരുമ്പാമ്പിനെ കാണുന്നതിന് വേണ്ടി ഈ നാട്ടുകാരടക്കം തന്നെ ഈ സ്ഥലത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രധാനമായും ഈ കുട്ടികളടക്കം തന്നെ ഈ പാമ്പിനെ കാണുന്നതിന് വേണ്ടി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൗതുകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മൃഗശാലയിലും മറ്റുമാണ് ഈ പെരുമ്പാമ്പിനെയും മറ്റും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ട് തന്നെയാണ് മരത്തിൽ ചുറ്റിപ്പിണഞ്ഞ രീതിയിൽ പെരുമ്പാമ്പിനെ കാണാൻ സാധിക്കുന്നത്. അത് കാണുന്നതിന് വേണ്ടി തന്നെ നാട്ടുകാരാണെങ്കിലും ഇപ്പോൾ നിരവധിയായിട്ടുള്ള ഈ വഴി പോകുന്ന സഞ്ചാരികളടക്കം തന്നെ ഈ പെരുമ്പാമ്പിനെ കണ്ടതോടെ ഈ വഴിയിൽ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ഈ മണിക്കൂറുകളോളമായും ഈ പെരുമ്പാമ്പ് ഇപ്പോൾ ഈ മരത്തിന് മുകളിൽ ചുറ്റിപ്പിടഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഫയർഫോഴ്സും ഈ സംഭവത്തെ തുടർന്ന് നാട്ടുകാരാണ് പിന്നീട് ഈ ഫയർഫോഴ്സിനെയും പോലീസിനെ അടക്കം തന്നെ വിവരം അറിയിക്കുന്നത്. തുടർന്നാണ് ഫയർഫോഴ്സും കൂടാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് അടക്കം ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞാൻ താഴെ ഇറങ്ങില്ല എന്നൊരു മനോഭാവത്തിൽ തന്നെയാണ് ഈ പെരുമ്പാമ്പ് മരത്തിന് മുകളിൽ ഇരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നതും. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പെരുമ്പാമ്പിനെ കാണുന്നതിന് വേണ്ടി സ്ഥലത്തെത്തിയിരിക്കുന്നത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. ഈ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കരുതലും ഉണ്ടാകേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പെരുമ്പാമ്പും ഉള്ളത്. ഈ കാക്കകളടക്കം തന്നെ പല സമയങ്ങളിലായി പെരുമ്പാമ്പിനെ കൊത്തുന്ന സ്ഥിതി അടക്കമുണ്ട്. പ്രധാനമായും ഈ ഫയർഫോഴ്സ് ടീമിൻ്റെ അടുത്തും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടക്കം തന്നെ സംസാരിച്ചപ്പോഴും ഈ പെരുമ്പാമ്പിനെ മുകളിൽ കയറി പിടിക്കുക എന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പെരുമ്പാമ്പ് ഒന്നില്ലെങ്കിൽ താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഈ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാണ് അവരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മരത്തിന് മുകളിൽ കയറി പെരുമ്പാമ്പിനെ പിടിക്കുക എന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അറിയാവുന്നതുമാണ്. ഈ മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ശിഖരത്തിലാണ് ഇപ്പോൾ ഈ പാമ്പുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കയറി പിടിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പെരുമ്പാമ്പ് ഒരുപക്ഷെ താഴെ ഇറങ്ങേണ്ടതുണ്ട്. അല്പമെങ്കിലും താഴെ ഇറങ്ങിയാൽ മാത്രമേ ഈ പെരുമ്പാമ്പിനെ പിടിക്കാനും സാധിക്കൂ എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം കാത്തു നിൽക്കുന്നത്. പക്ഷേ പെരുമ്പാമ്പിന്റെ മനോഭാവം നിങ്ങൾ എത്ര വിചാരിച്ചാലും ഞാൻ താഴത്തിറങ്ങില്ല എന്ന രീതിയിൽ തന്നെയാണ് പെരുമ്പാമ്പും ഉള്ളത്. കാരണം എന്നെ കാണുന്നതിന് വേണ്ടി ഇത്രയോളം ആളുകൾ വന്നിരിക്കുന്നു, ഞാൻ കുറച്ചുകൂടി ആസ്വദിക്കട്ടെ എന്ന രീതിയിലാണ് പെരുമ്പാമ്പ് ഈ മരത്തിന് മുകളിൽ ചുറ്റിപ്പിടഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട്. വെയിൽ വരുന്നുണ്ട്. ഈ വെയിൽ വരുന്ന സമയത്ത് വെയിൽ ചൂടേറുമ്പോൾ പാമ്പ് താഴെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ അധികൃതരടക്കം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കൂടാതെ സർപ്പ ടീം അംഗങ്ങളും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ചലനമടക്കം പാമ്പ് നടത്തുന്നുണ്ട്. ഒരു പക്ഷെ താഴെ ഇറങ്ങാനാണോ അല്ലെങ്കിൽ ഇനിയും മുകളിൽ പോകാനാണോ എന്നതാണ്, അല്ലെങ്കിൽ മുകളിൽ പോകുമോ എന്നതാണ് ഈ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനിയും മുകളിൽ പോവുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം ഈ ചൂട് തട്ടുമ്പോൾ പാമ്പ് താഴെ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് പാമ്പിനെ പിടിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും മൂപ്പരിപ്പോൾ വളരെ ശാന്തയായി തന്നെ നിൽക്കുകയാണ്. വലിയ ഉപദ്രവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഉപദ്രവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ മരത്തിലും നിർത്താൻ സാധിക്കില്ല. കാരണം നഗരഭാഗമാണ്, ആളുകൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ കാണുമ്പോൾ അതിനെ പിടിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായും ഈ കിഴക്കൻ മേഖലകളിൽ മഴ പെയ്യുന്ന സമയത്ത്
അതിൽ ഒലിച്ചു വന്നതാകാം ഈ പെരുമ്പാമ്പ് എന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ജില്ലയിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മഴവെള്ളപ്പാച്ചിലിൽ മറ്റും ഒലിച്ചു വന്നതാകാം എന്നൊരു സംശയം അല്ലെങ്കിൽ നിഗമനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളത്. എന്തായാലും മൂപ്പരിപ്പോഴും അവിടെ തന്നെ നിലയുറച്ചിരിക്കുകയാണ്. താഴോട്ടുമുള്ള മേലോട്ടുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ആ ശിഖരത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ശിഖരത്തിന് അത്ര ഉറപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ചെറിയ ശിഖരമാണ്, ഏത് നിമിഷവും പൊട്ടിവീഴാം. ഒരുപക്ഷെ ഈ പാമ്പിന്റെ ഭാരത്താൽ ഏത് നിമിഷവും പൊട്ടിവീഴാമെന്ന നിലയിൽ തന്നെയാണ് ഈ ശിഖരം അടക്കമുള്ളത്. എന്തായാലും പെരുമ്പാമ്പിനെ കാണുന്നതിന് വേണ്ടി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ആ പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. അവർ ആ പാമ്പിനെ കാണുന്നതിന് വേണ്ടിയാണ് കൗതുകത്തോടെ നിൽക്കുന്ന പല ചെറിയ കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂയിലും മറ്റും മാത്രമാണ് ഈ പെരുമ്പാമ്പിനെയും മറ്റും കണ്ടിട്ടുള്ളത്. ഇപ്പൊ നേരിട്ട് കാണാൻ സാധിക്കുന്നു, മരത്തിന് മുകളിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജനങ്ങളാണ് ഇപ്പോൾ ആ പ്രദേശത്തടക്കം ഉള്ളത്, ഈ പെരുമ്പാമ്പിനെ കാണുന്നതിന് വേണ്ടി ഈ പ്രദേശത്തടക്കമുള്ളത്. 9 മണിയോടെ കയറിയ പെരുമ്പാമ്പ് ഇത്രയും സമയമായിട്ടും അതിന് മുകളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ഈ പെരുമ്പാമ്പ് ഇറങ്ങാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അധികൃതരടക്കം വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ ഈ പെരുമ്പാമ്പിനെ പിടിക്കാനുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് എന്നും ഈ അധികൃതരടക്കം വ്യക്തമാക്കുന്നുണ്ട്. രേണുക. ശരി വിനയ, പക്ഷെ എന്നാലും കൗതുക കാഴ്ചയ്ക്ക് അപ്പുറം ഇതെന്തായാലും ഒരു പെരുമ്പാമ്പ് ഈ ഒരു നഗരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ മരത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കനം കുറഞ്ഞ ശാഖകളിലേക്കാണ് ഈ പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത്. ആ പെരുമ്പാമ്പിന്റെ ഒരു ഭാരത്തിൽ ഈ കനം കുറഞ്ഞ ഭാഗങ്ങളിലേക്കൊക്കെ, ഈ മരത്തിന്റെ കനം കുറഞ്ഞ ശാഖകളിലേക്കൊക്കെ ഇഴഞ്ഞു നിൽക്കുമ്പോൾ പൊട്ടി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ വിനയ. തീർച്ചയായും രേണുക. എന്തായാലും ഈ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ആ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. അവരുടെ അവരുടെ ആശങ്കയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മരത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ ഒരു പാമ്പുള്ളത്. ചെറിയ മരമൊന്നുമല്ല, വലിയ മരം തന്നെയാണ്. ആ മരത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ പാമ്പ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ കയറി പിടിക്കുക അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുക എന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ അധികൃതരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്, അവരെ കൂടി കാണേണ്ടതുണ്ട്. കാരണം അവർ അത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് ഈ പെരുമ്പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ആർക്കും അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കുമ്പോൾ ആ പാമ്പിനും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നാട്ടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. രണ്ട് ഭാഗവും കേട്ട ശേഷം അല്ലെങ്കിൽ രണ്ട് ഭാഗവും നോക്കിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഒരു നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഫയർഫോഴ്സ് സംഘം കൂടാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, സർപ്പ ടീം അംഗങ്ങൾ അടക്കം ഈ പ്രദേശത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പാമ്പിനെ പിടിക്കുകയും വേണം, എന്നാൽ ഈ പാമ്പിനൊന്നും പറ്റാനും പാടില്ല, നാട്ടുകാർക്കൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവമുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ശിഖരങ്ങളിലേക്ക് പാമ്പ് മൂവ് ചെയ്ത് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്ര ചെറിയ ഒരു ശിഖരമാണ്, ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന അല്ലെങ്കിൽ ഒരു മരംപാമ്പിന്റെ ഭാരം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്യാവശ്യത്തിനുള്ള ഒരു വലിയ ഒരു പാമ്പ് തന്നെയാണുള്ളത്. ആ പാമ്പ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാമ്പ് ഏത് നിമിഷം വേണമെങ്കിലും അല്ല ആ ചെറിയ ശിഖരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും പാമ്പ് പൊട്ടി വീഴാനുള്ള അല്ലെങ്കിൽ കൊമ്പ് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാമ്പ് നിലത്തി വീഴാം. പക്ഷേ അദ്ദേഹം ഇറങ്ങില്ല എന്നൊരു തീരുമാനിച്ച് തന്നെ സ്ഥലത്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളൊരു മനോഭാവത്തിലാണ് പാമ്പടക്കമുള്ളത്. ഇടയ്ക്കൊക്കെ കാക്കകളും പക്ഷികളൊക്കെ വന്നിട്ട് പാമ്പിനെ കൊത്തുന്നുണ്ട്. അങ്ങനെയെങ്കിലും താഴെ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനും ഒരു ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ചെറിയ സ്ഥലത്തുണ്ടായിരുന്ന പാമ്പ് ഇപ്പോൾ വലിയ സ്ഥലത്ത്, അതായത് ഈ മരത്തിന്റെ അത്യാവശ്യം താഴെ ഭാഗത്തായിരുന്നു പാമ്പുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇത് മുകളിലോട്ട് ഈ മരത്തിന് മുകളിലോട്ട് കയറി പോകുന്ന ഒരു നിലയിലേക്ക് കണ്ടെത്തി. ഇന്ന് രാവിലെയോടെയാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരത്തിന്റെ ശിഖരത്തിൽ ചുറ്റിയ രീതിയിലാണ് പെരുമ്പാമ്പ്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കനം കുറഞ്ഞ ശാഖകളിലേക്കാണ് ഈ പെരുമ്പാമ്പ് പോകുന്നത്. രാവിലെ 9 മണിക്ക് കയറിയിരിക്കുന്ന പെരുമ്പാമ്പാണ്. ഇതുവരയ്ക്കും ഏകദേശം 3 മണിക്കൂർ പിന്നിടുമ്പോഴും താഴേക്ക് ഇറങ്ങി വരാറായിട്ടില്ല. എന്തായാലും ഈ ശിഖരം പൊട്ടി താഴേക്ക് വീഴാനുള്ള സാധ്യതകളും
കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ശിഖരത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പെരുമ്പാമ്പ്. കൃത്യമായ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒരു കൗതുക കാഴ്ച എന്നതിലപ്പുറം സുരക്ഷയും കൃത്യമായി ഒരുക്കുന്നുണ്ട്. പ്രദേശവാസികൾ അല്ലെങ്കിൽ നാട്ടുകാർ തടിച്ചു കൂടുന്നത് എന്തായാലും ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പാമ്പിനെ എത്രയും പെട്ടെന്നും താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയും ചുമതല. വിവരങ്ങൾ പങ്കുവച്ചത് വിനയയാണ്.